മഹാകവി ഉള്ളൂർ ഒരു ദിവസം നാരായണ ഗുരുവിനെ കാണാൻ വന്നു. ശിവഗുരുക്കുന്നിൻ്റെ താഴെ കാറ് പാർക്ക് ചെയ്ത് തലപ്പാവും കസവ് നേരിയതൊക്കെ കാറിൽ തന്നെ ഊരി വെച്ചു. ചെരുപ്പ് ഊരിയിട്ട് വളരെ ആദരവോടുകൂടി ശിവഗുരുക്കുന്നിൻ്റെ പടവ് കയറി വരാണ്. ഗുരുവും ഉള്ളൂരും ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറേ നേരം വർത്താനം പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഇപ്പോൾ വരാന്തയിൽ നിറച്ചും ഹരിജൻ കുട്ടികളാണ്. അവരുടെ ഇടയിലാണ് ഗുരു വന്ന് കയറിയിരിക്കുന്നത്. ഉള്ളൂരിൻ്റെ മുഖമൊന്നും മ്ലാനായി. അത് ഗുരുവിന് മനസ്സിലായി. ഇപ്പോൾ ഗുരു ബോധപൂർവം തൊട്ടടുത്തുണ്ടായിരുന്ന ഹരിജൻ കുട്ടികളുടെ തലയിലൊക്കെ തഴുകിയാണ് വർത്താനം പറയുന്നത്. പിന്നെ ഇല വെച്ചു, ചോറ് വിളമ്പി, പരിപ്പിട്ടു. പപ്പടം വന്നപ്പോൾ ഗുരു പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പപ്പടം പൊടിക്കാം. അങ്ങനെ ഒരു ഒരുമിച്ച് പപ്പടം പൊടിച്ചു കൂട്ടച്ചിരിയാണ്. ആ സമയത്ത് ഉള്ളൂരിനോട് ഗുരു വളരെ രഹസ്യമായിട്ട് ചോദിച്ചു, പൊടിഞ്ഞോ? ജാതി ചിന്ത പൊടിഞ്ഞോ എന്നാണ് ഗുരു ചോദിച്ചത്. അത് ഉള്ളൂരിന് മനസ്സിലായി. ഉള്ളൂർ കംപ്ലീറ്റായിട്ട് റിലീവ്ഡായിട്ട് പിന്നെ ചിരിക്കുന്നുണ്ട്. ഇന്നലത്തെ ഗോസ്പലിൽ നമ്മൾ കണ്ടത് ഈശോ ഫുഡൊക്കെ ക്ലീനാണെന്ന് പ്രഖ്യാപിക്കുക. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പ്രഖ്യാപിക്കുന്നത് മനുഷ്യരൊക്കെ ക്ലീനാണ്. ജീസസ് ഡിക്ലെയർസ് ഫുഡ് ആൻഡ് പീപ്പിൾ ക്ലീൻ. 50 മൈൽ ദൂരത്ത് ടയർ എന്ന സ്ഥലത്ത് ഈശോ പോയി താമസിക്കുന്നത്. അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. യഹൂദർ വിജാതയുടെ നാട്ടിൽ പ്രവേശിക്കാൻ പാടില്ല, അവരുടെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. എന്നിട്ട് ഈശോ അങ്ങനെ ഒരു വീട്ടിൽ പോയി താമസിക്കുകയാണ്. മറ്റുള്ളവരത് അറിയരുതെന്ന് ഈശോ ആഗ്രഹിച്ചു. കാരണം എന്താ? തൻ്റെ കൂടെയുള്ള യഹൂദർക്ക് ഒഫൻഡിങ് ആവരുത്. പക്ഷേ ഈശോയ്ക്കും പറഞ്ഞിരിക്കാൻ പറ്റിയില്ല. എല്ലാ മനുഷ്യരും ക്ലീനാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 7 CBCIക്ക് പുതിയ പ്രസിഡൻറ്റിനെ കിട്ടി, കർഡിനാൾ ആൻ്റണി ഫൂല. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. ഈസ് ദ ഫസ്റ്റ് ദളിത് ടു ലീഡ് ദ ഇന്ത്യൻ ചർച്ച്. സഭയുടെ മേൽത്തട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കീഴ്ത്തട്ടിൽ ഇപ്പോഴും പൊടിയാൻ ഏറെയുണ്ട് ജാതി വെറീസ്.